നമസ്കാരം. പതിരും കതിരും. ദേവർഷി നാരദൻ നോക്കുമ്പോഴെല്ലാം പരമശിവൻ കൈലാസത്തിൽ കഠിനമായ തപസ്സിലും ധ്യാനത്തിലുമാണ്. നാരദന് ഭയങ്കരമായ സംശയം തോന്നി. മൂലോകവും പരമശിവനെ ഭജിക്കുമ്പോൾ പരമശിവൻ ആരെയാണ് ഭജിക്കുന്നത്? ഈ സംശയവുമായി നാരദൻ നേരെ ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്നു. പ്രഭു, നമ്മളെല്ലാം ഭജിക്കുന്നത് പരമശിവനെ, അദ്ദേഹം ആരെയാണ് ഭജിക്കുന്നത്? അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ഈ ചോദ്യം അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം നാരദരെ, എനിക്കതിന് ധൈര്യമില്ല. നാരദരെ ചോദിച്ചാൽ പരമേശ്വരൻ മറുപടി പറഞ്ഞേക്കും. ശിവ ശിവ എന്ന് പറഞ്ഞ് ചപ്പളാക്കട്ടയടിച്ച് നാരദൻ സ്ഥലം വിട്ടു. ഈ നാരദൻ്റെ സംശയം ഒരുപക്ഷെ ഇന്നലെ വരെ ഗോവിന്ദനുമുണ്ടായിരുന്നു. എങ്കിലും നാക്കുകൊണ്ട് ചപ്പളാക്കട്ടയടിച്ച് നടക്കുന്ന ഗോവിന്ദനെ ചോദിക്കാൻ ധൈര്യം പോരാ. പിണറായി പ്രഭുവിനെ നമ്മൾ സഖാക്കളും അടിമകളും ക്യാപ്സൂൾ ചാവേറുകളും എല്ലാം ഭജിക്കുന്നു, സ്തുതിക്കുന്നു. ഈ തമ്പുരാൻ ആരെയാണ് ഭജിക്കുന്നത്? എന്തായാലും ഇന്നലെ കൊണ്ട് ആ സംശയത്തിന് പരിഹാരമായി. കണിച്ചുകുളങ്ങര വാഴും നടേശനെ. പിണറായി വിജയൻ ഇന്നോളം ആരെയെങ്കിലും ഇത്ര പുകഴ്ത്തിയിട്ടുണ്ടെങ്കിൽ അത് വെള്ളാപ്പള്ളി നടേശനെ മാത്രമാകുന്നു. ആ നാവിൽ സരസ്വതി നൃത്തം വയ്ക്കുന്നത്രേ. വാഗ്ദേവതയുടെ നടന രംഗമാണത്രേ നടേശ നാവ്. വലതുകൈ പിടിച്ച് പിണറായി പൊക്കുകയും ചെയ്തിട്ടുണ്ട്. ഈശ്വര, എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു. കുമാരനാശാനേക്കാൾ ആശയ ഗംഭീരനാണ് നടേശനാശാൻ എന്നാണ് പിണറായി പറയുന്നത്. ഇക്കണ്ട കാലമെല്ലാം യോഗത്തെ സ്വന്തമാക്കി കൊണ്ടു നടന്ന പരിത്യാഗി. ഇന്നലെ KPMSൻ്റെ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് പിണറായി പറഞ്ഞ ഒരു വാക്കാണ് അതിലും വലിയ രസകരം. എന്തു മോഹിച്ചാലും അത് കിട്ടണമെന്നാഗ്രഹിച്ച ഒരു തമ്പുരാൻ കാലം ഇവിടെ ഉണ്ടായിരുന്നത്രേ. അക്കാലത്ത് അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങൾ ഒരുപാട് യാതന അനുഭവിച്ചു പോലും. പഴയ ജന്മിത്തമ്പുരാക്കന്മാരെല്ലാം പോയി തിരുമനസേ. ഇപ്പോഴിതാ ഒരു കേരളവർമ്മ വിജയഗോയി തമ്പുരാനാണ് നാട് ഭരിക്കുന്നത്. പഴയതിൽ നിന്നും വലിയ മാറ്റമൊന്നുമില്ലല്ലോ തമ്പുരാനെ. അടിച്ചമർത്തപ്പെട്ടവർ ഇന്ന് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മൊട്ടയടിച്ച് കഴിയുകയാണ്. എന്തു ചോദിച്ചാലും ഈ കമ്മ്യൂണിസ്റ്റ് തമ്പുരാന് കൃത്യമായി കിട്ടുന്നുണ്ട്. ആകാശത്ത് സഞ്ചരിക്കാൻ ഹെലികോപ്റ്റർ വേണമെന്ന് ആഗ്രഹിച്ചു, അത് കിട്ടി. പക്ഷേ വായുകോപമുള്ളതിനാൽ പറക്കലൊന്നും വലുതായി നടക്കുന്നില്ല. ക്ലിഫ് ഹൗസ് കൊട്ടാരത്തിൽ കുളിക്കാൻ പനിനീര് നിറച്ച കുളം വേണമെന്ന് പറഞ്ഞു, അതും സാധിച്ചു കൊടുത്തു. വെണ്ണക്കല്ലുകൾ പാകിയ കൽപ്പടവുകൾ പണിതു കൊടുത്തു. നറുമ്പാലിനായി ഗോശാല വേണമെന്ന് ആഗ്രഹിച്ചു, അതും നൽകി. കാലികൾക്ക് സംഗീതം കേൾക്കാൻ ചൈനയിൽ നിന്നുള്ള പാട്ടുപെട്ടി വേണമെന്ന് പറഞ്ഞു, അതും കൊടുത്തു. ചാണകക്കുഴി ഇപ്പോൾ വലിയ ഇഷ്ടമായതിനാൽ അതും കിട്ടി. ക്ലിഫ് ഹൗസിൻ്റെ ചുറ്റുമതിൽ ആകാശം മുട്ട പണിയണമെന്ന് ആഗ്രഹിച്ചു, അതും സാധിച്ചു കിട്ടി. സഞ്ചരിക്കുന്ന ബസ്സിൽ ലിഫ്റ്റ് വേണമെന്ന് ആഗ്രഹിച്ചു, അതും നൽകി. മകൾക്ക് മാസപ്പടി വേണമെന്ന് ആഗ്രഹിച്ചു, കർത്താവ് അത് നൽകി. മകളുടെ ഭർത്താവ്, അതായത് മരുമകന് കൊള്ളാവുന്ന ഒരു വകുപ്പ് നൽകണമെന്ന് ആഗ്രഹിച്ചു, അതും കിട്ടി. മകന് ബെർമിംഗ്ഹാമിൽ പഠിക്കണമെന്നും അവൻ നിലം തൊടാതെ ജീവിക്കണമെന്നും ആഗ്രഹിച്ചു, അതും സാധിച്ചു കിട്ടി. പാർട്ടിയെ കോഴിമുട്ട പോലെ പുഴുങ്ങി തിന്നണമെന്ന് ആഗ്രഹിച്ചു, അതും സഖാക്കൾ തോട് പൊളിച്ച് കൈവെള്ളയിൽ വെച്ച് നൽകി. കേരളത്തിൻ്റെ പോലീസ് സേന മുഴുവൻ എൻ്റെ പരിസരത്തുണ്ടാകണമെന്ന് ആഗ്രഹിച്ചു, അതും സാധിച്ചു കിട്ടി. എല്ലാവരും എൻ്റെ ചുറ്റിനും റാൻ മൂളി നിൽക്കണമെന്ന് ആഗ്രഹിച്ചു, അതും സാധിച്ചു നൽകി. ഇങ്ങനെ ആഗ്രഹിച്ചതെല്ലാം കിട്ടിയ ഒരു പൊന്നു തമ്പുരാൻ കേരള ചരിത്രത്തിൽ വേറെ ഉണ്ടായിട്ടുണ്ടോ? എന്നിട്ടും ഈ നവകേരള തമ്പുരാൻ പഴയ ജന്മിത്വത്തിൻ്റെയും തമ്പുരാൻ കാലത്തിൻ്റെയും കഥയും പറഞ്ഞ് നടക്കുകയാണ് നാടാകെ ചെന്ന് മനുഷ്യരെ ഇളക്കാൻ. ഒന്നാലോചിച്ച് നോക്കൂ. KPMSൻ്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത കുറേ മനുഷ്യരെങ്കിലും പിണറായി വിജയൻ്റെ പഴയ ജന്മിത്വ ഘോഷണം കേട്ട് കാറി തുപ്പിയിട്ടുണ്ടാകില്ലേ? പണ്ടത്തെ അയിത്തക്കണക്കിൽ വല്ല വ്യത്യാസവുമുണ്ടോ സുഹൃത്തുക്കളെ? ഇന്നും പിണറായി വിജയൻ്റെ തോളിൽ കൈയിടാൻ എത്ര പേർക്ക് അവകാശമുണ്ട്? വിലയും നിലയുമില്ലാത്ത ഒരൊറ്റയൊരുത്തനെ ഈ തമ്പുരാൻ 26 അടി അകലത്തിലെങ്കിലും നിർത്താറുണ്ടോ? പൗരപ്രമുഖർക്കൊപ്പം അത്താഴവും വ്യവസായികൾക്കൊപ്പം ഉച്ചഭക്ഷണവും രാഷ്ട്രീയ പ്രമുഖർക്കൊപ്പം ഇഫ്താർ വിരുന്നുമുണ്ട്. സ്വന്തം കാര്യസാധ്യത്തിന് കേന്ദ്രമന്ത്രിയെ വരെ വിരുന്ന് നൽകി ആദരിച്ച് നിലം തൊടാ മന്നനായി ജീവിക്കുന്ന രാഷ്ട്രീയ തമ്പുരാൻ പറയുകയാണ് എന്തു മോഹിച്ചാലും കിട്ടുന്ന തമ്പുരാൻ കാലമുണ്ടായിരുന്നു എന്ന്. ഞാനിത് പറയുമ്പോൾ ജനം ചിരിക്കില്ലേ എന്ന ചിന്ത ഉണ്ടാകണമെങ്കിൽ വകതിരിവ് വേണം. നിർഭാഗ്യവശാൽ നമ്മുടെ K. വിജയൻ്റെ 7 അയലത്തുകൂടി ഈ സാധനം പോയിട്ടില്ല. നന്ദി.